നമസ്കാരം. ഒരു 10,000-20,000 രൂപ സാലറി ഉള്ളവർക്കും സൈഡിലൂടെ കൊണ്ടുപോകാൻ പറ്റിയ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് കിടിലൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ നോക്കിയാലോ. എല്ലാ മാസവും 1-ാം തീയതി അക്കൗണ്ടിൽ സാലറി വീഴുമ്പോൾ ആ ഒരു സന്തോഷം 10-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ആരുടെ മുഖത്തും ഉണ്ടാവില്ല. കാരണം സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ അതല്ലെങ്കിൽ നമ്മുടെ EMI, ക്രെഡിറ്റ് കാർഡ് അവസാനം മന്തിൻ്റെ ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ അടുത്ത മാസം നോക്കാം, റൈറ്റ്? ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മാസം കേവലം 10,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് കോടീശ്വരനാകാൻ പറ്റുമോ എന്നുള്ളത്? എന്നാൽ ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. വെറും 3,000 രൂപ മാസം മാറ്റി വെച്ചാൽ അത് 14 കോടിയായി വളരുന്നത് എങ്ങനെ? കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ 1 രൂപയെ 1 കോടിയാക്കി മാറ്റിയ ലോകത്തിലെ ഏക മാജിക് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? വെറും 3,000 രൂപ വെച്ച് 40 കോടി ഉണ്ടാക്കാൻ പറ്റുന്ന ആ റോളർ കോസ്റ്റർ പ്ലാൻ ഏതാണ്? യെസ്, ഈ വീഡിയോയിൽ എല്ലാ ചെറിയ സാലറിക്കാർക്കും പറ്റിയ 5 കിടിലൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിൽ 4ാമത്തെ ഓപ്ഷൻ കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. അപ്പം ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പം ഞാനൊരു പ്രേക്ഷകരോട് സ്ഥിരമായിട്ട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന 5 ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ഇതൊക്കെയാണ്. നമ്പർ 1, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. നമ്മുടെയൊക്കെ വീട്ടുകാരുടെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് അല്ലേ? കാരണം പണ്ട് തൊട്ടേ ആളുകൾ FD വളരെയധികം കീപ്പ് ചെയ്ത് വരുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. സോ ഇത് മാതാപിതാക്കൾക്കൊക്കെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. കാരണം ഭയങ്കര സുരക്ഷിതമായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ബാങ്കിൻ്റെ അണ്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും നമ്മുടെ പൈസ. ചെറിയൊരു കോമഡി ഇടിയാൻ ഒരു എക്സാമ്പിൾ പറയാം. കല്യാണത്തിന് പോയിട്ട് നമ്മൾ ചോറും പപ്പടവും മാത്രം കഴിച്ച് തിരിച്ചു വരും. എന്നിട്ട് നമ്മുടെ വയറൊക്കെ നിറയും, പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ FD എന്ന് പറയുന്നത്. അതായത് ഒരു കാൽക്കുലേഷനിലൂടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാസ ശമ്പളം 10,000 രൂപയാണ്. അതിൽ നിന്ന് ഒരു 3,000 രൂപ മാസം തോറും FDയിൽ ഇടുന്നു. 6% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അത് 7 ലക്ഷമാകും. പക്ഷേ വിലക്കയറ്റം, അതായത് ഈ ഒരു ഇൻഫ്ലേഷൻ നമ്മൾ കുറച്ച് കഴിച്ചാൽ അത് കിഴിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ മൂല്യം വെച്ച് 5 ലക്ഷം രൂപ. ഇനി ഇതേ പൈസ 20 വർഷം കഴിഞ്ഞാലോ നിങ്ങൾക്ക് 33 ലക്ഷം കിട്ടും. അതായത് ഇന്നത്തെ മൂല്യം വെച്ചിട്ട് ഒരു 12 ലക്ഷം. ഇനി 40 വർഷം കഴിഞ്ഞാലോ 3.3 കോടി. പക്ഷെ അന്നത്തെ കാലത്ത് അതിന് ഇന്നത്തെ ഒരു 50 ലക്ഷത്തിന് മൂല്യമേ കാണുള്ളൂ. അതായത് 40 കൊല്ലം നിങ്ങൾ ഈ FD ഇട്ട് ഈ ഒരു എമൗണ്ട് ഇട്ട് അത് സമ്പാദിച്ചാലും അവസാനം ഒരു സെക്കൻഡ് ഹാൻഡ് കാറോ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഐഫോണോ വാങ്ങാനേ തികയുള്ളൂ. സോ FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ്. പക്ഷെ കോടീശ്വരനാവാൻ പറ്റിയൊരു വഴിയല്ല. എനിവേ, നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന് പറയുന്നത് FD ആണ്. നമുക്കൊരു എമർജൻസി ഫണ്ട് സോഴ്സ് ചെയ്യാൻ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലേക്ക് പോയാലോ. ദാറ്റ് ഈസ് മ്യൂച്വൽ ഫണ്ട് അഥവാ ഇൻഡെക്സ് ഫണ്ട്. ഇതാണ് ചെറുപ്പക്കാർ തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. FDയേക്കാൾ ലാഭവും നേരിട്ടുള്ള ഷെയർ മാർക്കറ്റിനേക്കാൾ സേഫും. ഇതിന് ഞാൻ സിമ്പിൾ ആയിട്ടൊരു സ്ട്രാറ്റജി തരാം. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 70% നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ ഇടുക, 20% മിഡ് ക്യാപ് ഫണ്ടിൽ ഇടുക, 10% സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇടുക. ഇനി അതേ 3,000 വെച്ച് ഇവിടെ ഒരു SIP തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 ലക്ഷം കിട്ടും. ഈ ഒരു SIPയിലൂടെ മാസം 3,000 രൂപ മാറ്റി വെച്ചാൽ 20 വർഷം കഴിഞ്ഞാൽ അത് 63 ലക്ഷമാവും. 30 വർഷം കഴിഞ്ഞാൽ അത് 3.5 കോടിയാകും. 40 വർഷം കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത 14 കോടിയായിട്ട് മാറും. സോ FDയിലെ 3.3 കോടി എവിടെ പോയി? മ്യൂച്വൽ ഫണ്ടിലെ 14 കോടി എവിടെ? മാസം 5,000 വെച്ച് 25 കൊല്ലം മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്ന ഒരാൾക്ക് 4 കോടിയോളം ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് സാവധാനത്തിലുള്ള വളർച്ചയുടെ പവർ. അപ്പൊ ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഡീറ്റെയിലിംഗ്. ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ ഓപ്ഷനിലേക്ക് കടന്നാലോ. ദാറ്റ് ഈസ് ഹൈ റിസ്ക് പോർട്ട്ഫോളിയോ. ഇത് ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡാണ് കേട്ടോ. കാരണം ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ PUBG കളിക്കുന്ന പോലെ ലൈക്ക് നമ്മൾ ഇവിടെ കളി ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. അതായത് 70% ഹൈ റിസ്ക് ഉള്ളൊരു സ്മോൾ ക്യാപ് ഫണ്ടിലായിരിക്കും നമ്മൾ നമ്മുടെ പൈസ ഇടുന്നത്. ആൻഡ് 20% മിഡ് ക്യാപ് ഫണ്ടിലായിരിക്കും ഇടുക. ആൻഡ് 10% സേഫ് ആയിട്ടുള്ള നിഫ്റ്റി 50യിൽ. സോ ധൈര്യമുള്ളവർക്ക് മാത്രം പറ്റിയൊരു കളിയാണിത്. ഈ വഴി തിരഞ്ഞെടുത്ത് നിങ്ങൾ മാസം 3,000 രൂപ വെച്ച് ഇടുകയാണെങ്കിൽ 20 വർഷത്തിൽ നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടും. ആൻഡ് 30 വർഷത്തിൽ 6.7 കോടി, 40 വർഷത്തിൽ വെറും 3,000 വളർന്ന്
40 കോടിയാകും. പക്ഷെ മാർക്കറ്റ് 30% താഴേക്ക് വീഴുമ്പം നിങ്ങൾ കരയാൻ പാടില്ല. കാരണം ഭയങ്കര മനക്കെട്ടിയുള്ളവർക്ക്, അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് നേരിടാം, അല്ലെങ്കിൽ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ എനിക്കത് നേരിടാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ, അതായത് ഹൈ റിസ്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവുകയും എന്നാൽ ഡൗൺ ആയി കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ സാധ്യമല്ല. പക്ഷേ റിസ്ക് എടുത്ത് പക്ഷേ എനിക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കോൺഫിഡൻസ് ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ക്രിപ്റ്റോ കറൻസി. ഹൈ റിസ്ക് ഉള്ളൊരു പരിപാടിയാണിത്. ഇവിടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവാണ്. കാരണം എലോൺ മസ്ക് ഒരൊറ്റ ട്വീറ്റ് ചെയ്താൽ മാർക്കറ്റ് റോക്കറ്റ് പോലെ പറക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ 1 രൂപയെ 1 കോടിയാക്കി മാറ്റിയ ഒരേ ഒരു അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രിപ്റ്റോയിലെ ബിറ്റ് കോയിൻ ആണ്. സോ 2015 വെറും 20 രൂപയായിരുന്ന എത്തേറിയം ഇന്ന് ലക്ഷങ്ങളിലാണ് വന്നു ചെന്ന് നിൽക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, ഇത് വളരെ റിസ്കിയാണ്. നിങ്ങളുടെ ശമ്പളം 10,000 രൂപയാണെങ്കിൽ അതിൽ നിന്ന് മാസം ഒരു 500 മുതൽ 1000 രൂപ, അതിൽ കൂടുതൽ നിങ്ങൾ ഇടാൻ പോകരുത്. അതായത് ഒരു 5-10% മാത്രമേ ഇടുക. ബാക്കി നല്ല സേഫ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലോ FDയിലോ സേഫ് ആയിട്ട് നിങ്ങൾ വെക്കണം. ഈ യങ്സ്റ്റേഴ്സ് എപ്പോഴും 2000 രൂപ ഐഫോൺ കവറിനും ഗെയിമിങ്ങിനൊക്കെ വേണ്ടി ചിലവാക്കും. പക്ഷെ 500 രൂപ ഒരു ബിറ്റ് കോയിനിൽ ഇടാൻ നിങ്ങൾക്ക് പേടിയായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ക്രിപ്റ്റോയിൽ നിങ്ങൾ പണം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി എന്നുള്ളത്. സോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പൈസ വേണ്ടാണ്ട് ചിലവാക്കുന്നത് ജസ്റ്റ് ഒരു ട്രയൽ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു പരീക്ഷണത്തിന് തയ്യാറാവുക, ഒന്ന് ഇട്ട് നോക്കുക. പോവുകയാണെങ്കിൽ വളരെ കുറച്ച് പൈസയെ പോകാൻ പാടുള്ളൂ, അത്രയും നിങ്ങൾ ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോ കറൻസി കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മുടെ കഴിവുകളിൽ നിക്ഷേപിക്കുക. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണിത്. അതായത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന്, ഇപ്പോൾ 10,000 രൂപയാണ് ശമ്പളം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 3,000 നിങ്ങൾ മാറ്റി വയ്ക്കുമ്പം അതിൽ നിന്ന് ഒരു 1,000 എടുത്തിട്ട് നിങ്ങളുടെ സ്കില്ല്, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കോഴ്സുകൾ പഠിക്കാൻ, നല്ല പുസ്തകങ്ങൾ വാങ്ങാൻ, നല്ല ടൂളുകൾ പഠിക്കാൻ ആ ഒരു 1,000 രൂപ നിങ്ങൾ ചിലവാക്കുക. സത്യം പറഞ്ഞാൽ ഒരു ജിമ്മിൽ പോകുന്ന പോലെയാണിത്. നമ്മൾ ആദ്യത്തെ 6 മാസം വലിയ മാറ്റമൊന്നും കാണില്ല, അപ്പോൾ ആളുകൾ കളിയാക്കും. പക്ഷേ അടുത്ത ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മാറ്റം കണ്ടിട്ട് ഇതേ ആളുകൾ തന്നെയായിരിക്കും അത്ഭുതപ്പെടുക. ഷെയർ മാർക്കറ്റ് തകർന്നാലും നിങ്ങൾ പഠിച്ച കഴിവ്, സ്കില്ല്, അത് ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല. സോ അറിവിൽ നടത്തുന്ന ഒരു നിക്ഷേപം, ഒരു തരി പോലും നമുക്ക് എന്താ പറയുക പുറത്തേക്ക് എവിടേക്കും പോകാതെ നമുക്ക് തിരിച്ചു തരും. അതിന് പലിശ സഹിതം നമുക്ക് തിരിച്ചു തരും. അപ്പം പണം ചെലവാക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ലിലേക്ക് നിങ്ങളുടെ ആ ഒരു കഴിവിനെ കുറച്ച് ഒന്നെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കഴിവിനെ ഉണ്ടാക്കിക്കൊണ്ടുവരിക. സോ അതിനുവേണ്ടി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നും നമ്മുടെ കൂടെ അസറ്റായിട്ട് തന്നെ ഉണ്ടാകും. അപ്പം നിങ്ങൾ പൈസ ചിലവാക്കി നിങ്ങളുടെ ഏത് സ്കില്ല് കൂട്ടാനാണ്, അല്ലെങ്കിൽ ഏത് സ്കില്ല് നേടാനാണ് പോകുന്നത് എന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിച്ച 5 കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ചുരുക്കി പറയാം. 5 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ 1 FD, വളരെ സേഫാണ്, പക്ഷേ അത്ര നല്ലൊരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വൺ ഈസ് മ്യൂച്വൽ ഫണ്ട്, ഫ്യൂച്ചർ സേഫ് ആക്കാൻ പറ്റിയൊരു സ്മാർട്ട് വഴി. ആൻഡ് 3ാമത്തത് ഹൈ റിസ്ക് ഫണ്ട്, നമുക്ക് ജാക്ക് പോട്ടൊക്കെ അടിക്കാനുള്ളൊരു സാധ്യതയുള്ളൊരു വഴി എന്നൊക്കെ പറയാം. തേർഡ് വൺ ക്രിപ്റ്റോ, നല്ല റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്, കുറച്ച് ടെൻഷൻ തരുമെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസിന് സാധ്യതയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ദെൻ 5th വൺ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും വരുമാനം തരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. സോ നിങ്ങളുടെ ശമ്പളമല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ചിന്താഗതിയാണ്. ഓർക്കുക, റീൽസ് കണ്ടൊക്കെ സമയം കളയരുത്. റീൽസിൽ നല്ലതുണ്ട് എങ്കിലും അതിനോടൊപ്പം തന്നെ നിങ്ങൾ മാസം തോറും ഒരു ചെറിയ SIP ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ യഥാർത്ഥ ക്ലാസ്. അപ്പോൾ ഇത് നിങ്ങളുടെ പ്ലാൻ. ഈ മാസം തൊട്ട് ഒരു 3,000 രൂപ സേവ് ചെയ്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? അതോ അല്ലെങ്കിൽ ഈ മാസം ഇനി നമ്മൾ മറ്റ് ബില്ലുകളൊക്കെ അടച്ച് പൈസ ഇല്ല എന്ന് പറയുമോ? സോ നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ ഈ മാസം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കരുത് നിങ്ങൾ, കാരണം അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിലോ. സോ ചെറിയ ശമ്പളക്കാരായ നമ്മുടെ സുഹൃത്തുക്കൾക്കും വളരാനൊരു അവസരമാകട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്, ഞാൻ ഈ പറഞ്ഞ 5 എണ്ണത്തിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് എന്ന് താഴെ കമൻറ്റിൽ പറയാം. അതുപോലെ അടുത്ത ഒരു വീഡിയോ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു ഫിനാൻസ് ട്രിക്കുമായി ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.